എല്ലാം തെറ്റിക്കാൻ ഇതിലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ റേഡിയേഷൻസ് കൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പെട്ടെന്ന് വിഘടിക്കുന്ന കോശങ്ങളുടെ വിഭജന സമയത്താണ്. അത്തരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ളത് പെട്ടെന്ന് അറിയ ശരീരത്തിന് വളർക്കുക ഒടിയും അതുപോലെ തന്നെ നമുക്ക് കാണാത്ത സ്ഥലങ്ങളിലുള്ള നമ്മുടെ അന്നമാശയം ഇതിന്റെ അന്തർഭാഗത അതിന്റെ അന്തർ ആവരണത്തിന്റെ കോശങ്ങൾ ഒക്കെ വളരെ പെട്ടെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് റേഡിയേഷൻ എടുക്കുന്ന ആളുകൾ ഒരു ക്യാൻസറിന് വേണ്ടി തന്നെ റേഡിയേഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ അവിടെയുള്ള കോശങ്ങളെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇതിനൊക്കെയാണ് ആടുതലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത് സ്ത്രീകളുടെ അണ്ഡാശയങ്ങളിലും അതുപോലെ തന്നെ പുരുഷന്മാരുടെ വൃഷ്ണസഞ്ചിയിലുള്ള വൃഷ്ണത്തിലും ഇപ്പൊ ഇടക്കിടക്ക് ക്രമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഏരിയയാണ്. അപ്പോൾ DNA-യിൽ കാര്യമായ മാറ്റം സംഭവിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത തലമുറയിലേക്കും ഇത്തരം പ്രശ്നം നമുക്ക് മുമ്പുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ ധാരാളം ജപ്പാനിൽ തന്നെയുള്ള മുമ്പ് നടന്നിട്ടുള്ള അണുബോംബുകളുടെ സ്ഫോടനത്തിന് പരമായിട്ടൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ തലമുറകളിലേക്കൊക്കെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. അസുഖക്ക് മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അസുഖക്ക് മരുന്ന് തൽക്കാലം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് ആവശ്യമുള്ള ആളുകൾക്ക് അസുഖക്കും അതുപോലെ തന്നെ അതുപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാർസലായിട്ട് അയച്ചു കൊടുക്കാം. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കാര്യം ചെയ്തു തരാം എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. പിന്നെ മറ്റു ചോദ്യങ്ങൾ വല്ലതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെച്ച് മറുപടി പറയാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത് ഈ റേഡിയേഷന്റെ പുറംഭാഗത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അതേമാതിരി നമ്മൾ ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേറൊരു രാജ്യത്തൊക്കെ അവിടെ നിന്നുള്ളത് കയറ്റുമതി ചെയ്യണമൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥത്തിന്റെ മുകളിൽ ഇത് എങ്ങനെ അത് ഇപ്പോഴും അവിടുന്ന് പോവുകയാണെങ്കിലും പിന്നീടും അതിന്മേൽ അത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് ഒരു ആദ്യത്തെ ഭാഗം വ്യക്തമല്ല, എങ്ങനെയാണ് ശരീരത്തിന് പുറത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അതിന് റേഡിയേഷൻ സിക്നസ് എന്ന് പറയും. റേഡിയേഷൻ എക്സ്പോസ് വളരെ കൂടുതലായിട്ടുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ പുറത്ത് തൊലി പൊഴിഞ്ഞു പോവുക, സ്കിൻ ബേണിംഗ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ വളരെ ശക്തമായ തോതിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് സ്ഥായിയായി നിൽക്കുന്ന നമ്മുടെ DNA-യിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് കുറിച്ച്. അത് ഇത്തരം റേഡിയേഷൻ സിക്നസ് എല്ലാം പ്രശ്നമില്ലാതെ തന്നെ തീർന്നു പോകുന്നതാണെന്ന ഒരു അവസ്ഥ മാത്രമേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പലേരി എന്നുള്ള ഐഡിയയിലുള്ള വ്യക്തി ചോദിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അത്തരം ഈ പ്രസ്തുത റിയാക്ടറിൽ വർക്കേഴ്സിന് ജോലിക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവര് അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയൊരു റേഡിയേഷൻ അവരുടെ ശരീരത്തിൽ ഏറ്റെടുക്കുകയും അതുവഴി ഉണ്ടായിട്ടുള്ള റേഡിയേഷൻ സിക്നസ്സും അവർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിന് ചികിത്സ എടുക്കേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്.
അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നീട് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത് നിൽക്കുന്നു, അതെങ്ങനെയാണ് നിൽക്കുക, അത് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരീരത്തിൽ ആ വസ്ത്ര അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നു പോകുന്നു എന്നുള്ളൊരു സംശയമാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഇതിന്റെ സാങ്കേതികതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിവരിക്കാം. നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് മൂലകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് മൂലകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എല്ലാം ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. എന്നാൽ അതിന് നമ്മുടെ സാധാരണ ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളെ തന്നെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സമ്പുഷ്ട യുറേനിയം അതിൽ നിന്ന് അത് വിഘടിച്ച് വേറെ അടുത്ത ന്യൂക്ലിയർ മാസ് കുറഞ്ഞ അടുത്ത മൂലകങ്ങളായി മാറുകയും അത് വീണ്ടും വിഘടിക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ മൂലകങ്ങളായി മാറുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ അത് ഒരു ഭക്ഷണപദാർത്ഥത്തിൽ എങ്ങനെ എത്തിപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഇപ്പോൾ ഒരു മത്സ്യമാണെന്ന് വിചാരിക്കുക. മത്സ്യം അകത്തോട്ട് കഴിക്കുന്ന വെള്ളത്തിനകത്ത് ഇത്തരം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ആ മത്സ്യത്തിന്റെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അതേസമയം നമ്മുടെ ഭൗമജലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വാട്ടറിനകത്ത് നമ്മുടെ അത്തരം വെള്ളത്തിനകത്ത് ഇത്തരം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ഈ ഇത്തരം സസ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന സസ്യങ്ങൾ വേരുകൾ വഴി ആഗിരണം ചെയ്യപ്പെടുകയും അത് ധാന്യങ്ങളിലേക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഇത്തരം ഭക്ഷ്യത്തിൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിങ്ങനെയാണ് വന്നു വരുന്നത്. അപ്പോൾ റേഡിയേഷൻ ആക്റ്റീവ് കണങ്ങളിൽ നിന്ന് വീണ്ടും റേഡിയേഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റേഡിയോ അപകടകരമായ രീതിയിൽ റേഡിയോ ആക്റ്റീവ് കണങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവിടുത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യത്തിന്റെ കയറ്റുമതിയൊക്കെ നിയന്ത്രണങ്ങൾ വന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം റേഡിയോ ആക്റ്റീവ് കണങ്ങൾ നമ്മൾ പലപ്പോഴും കരിമണൽ എന്ന് പറയുന്നതിനകത്തും വളരെ ചെറിയ തോതിലൊക്കെ ഇത്തരം മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നൊക്കെ പറയുന്ന അത്തരം ധാതുക്കളിൽ റേറ്റീവായിട്ടുള്ള മൂലം കടക്കുക. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ അനുവദനീയമായ തോതുണ്ട്. അതിനെ ബോധനപ്പോഴാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അനുവദനീയമായ തോതിലും 10,000-ത്തിലധികം മടങ്ങാണ് ഇപ്പോൾ ജപ്പാന്റെ അപകട സ്ഥലത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചർച്ചകൾക്ക് തന്നെ പ്രസക്തി. അത്തരം നാടുകളിൽ നിന്ന് വരുന്ന ഭക്ഷണ പദാർത്ഥത്തിനകത്ത് കയറിയിട്ടുള്ള ആ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള മൂലകങ്ങൾ यार मैं आपसे ये पूछना चाहता हूँ आपके में से उर्दू को बोल सकता है? मैं सलाम कहता हूँ आप सबको जी, आ जाए प्लीज माइक पर। और അത് അങ്ങനെ അത്തരം ഭക്ഷണം എന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നിലവിലുള്ള ചോദ്യങ്ങളോ അതുപോലെ തന്നെ സംശയങ്ങളോ ഒന്നും ഇല്ല. ആരോഗ്യപരമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പരിവർത്തനം ഇതിലേക്കാണ് നാം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്? അങ്ങനെ ശരിക്കും കേൾക്കണ്ടല്ലോ അല്ലേ? എനിക്ക് നേരത്തെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കട്ടുകെട്ടായിട്ടാണ് കേട്ടിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് കേരള നമ്മുടെ നാട്ടിൽ നിന്നാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ഇനി അദ്ദേഹം ഔദ്യോഗികമായി ക്ലാസ് അവസാനിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി അദ്ദേഹത്തിൽ നിന്നും നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ഡോക്ടർ ഇത് ഞാൻ പറഞ്ഞു കേൾക്കണ്ട? ഇത് ക്ലാസ് നിർത്തുകയാണെങ്കിൽ അത് പിന്നെ ഔദ്യോഗികമായിട്ട് നിർത്തുമായിരിക്കും നല്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കട്ടിന്റെ പ്രശ്നം അതുപോലെ തന്നെ നെറ്റിന്റെ ഡിലേ ഒക്കെ കാരണം ആരെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പിന്നീട് നമ്മൾ കുറച്ച് ചോദ്യവുമായി കഴിയുന്നു. അപ്പോൾ ഇനിയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയൊക്കെ സമ്മതത്തോടു കൂടി ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക, ദുആ ചെയ്യുക എന്നുള്ള വസിയത്തോടു കൂടി നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ അമീൻ കൊരട്ടിക്കര ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ഇന്നലത്തെ പരിപാടിന്റെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണ്ട. ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടി, ആ സമയത്ത് ഇവിടെ മൊത്തത്തിൽ ബൈലക്സിന് തകരാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന പരിപാടി മുഴുവൻ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. റഹ്മത്തുള്ള ഖാസിമിന്റെയും മറ്റൊക്കെ പരിപാടിയാണ് നമ്മൾ കേട്ടത്. അതിന് മുമ്പ് ഹമീദ് ഫൈസി അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഒന്നും നമുക്ക് കേട്ടിട്ടില്ല. ഏതായാലും അമീനൊന്ന് മൈക്കിലേക്ക് വന്നിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് പറയണ നല്ലതാണ്. അത് പ്ലേ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഓക്കെ, പ്ലേ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്നിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാന് ഒക്കെ നമ്മൾ തന്നെ ഒക്കെ വിവരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ ഇടയിലാണ് ഇപ്പൊ ഈ മൈക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ അങ്ങേറ്റം നിന്ദിക്കുക എന്ന് പറഞ്ഞാല് നിന്ദിക്കുക എന്ന് പറയുന്നില്ല, എന്നാലും ശരി അതിനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ആ മുടി ഇന്ന ആളെ മുടിയാന്നൊക്കെ പറയാം, അതൊക്കെ മഹാമോശല്ലേ? അതൊക്കെ ഒരു ബഹുമാനക്കുറവാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വളരെ നിന്ദ്യമാക്കുക. അപ്പൊ നമ്മൾ അതിനെതിരാണ്. അതേ സമയത്ത് അതിന്റെ പൂർണ്ണമായ സനദ്